തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധി സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും മൂന്നാം ഗഡു നൽകാത്തതും കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമെന്ന് പ്രതിപക്ഷം. എന്നാൽ കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഈ പ്രതിസന്ധി മറികടക്കാൻ എന്ത് നടപടിയെന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ചില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം പകുതിയിൽ കൂടുതലായി വെട്ടിക്കുറച്ച സാഹചര്യം, ഒപ്പം മൂന്നാം ഗഡു നൽകാത്തതും ഇവയെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അവതാളത്തിലാഴ്ത്തിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സാമ്പത്തികമായി തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ വരിഞ്ഞുമുറുക്കുന്നതായി നോട്ടീസ് നൽകിയ GRNL പറഞ്ഞു. പദ്ധതി വിഹിതം കുറച്ചതിനാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് സാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം തദ്ദേശ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഒരു സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതത്തിൽ 1150 കോടി രൂപയുടെ കുറവുണ്ടായി എന്നത് മുഖ്യമന്ത്രി സമ്മതിച്ചു. എന്നാൽ അത് കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു മറുപടിയിൽ മുഖ്യമന്ത്രി നടത്തിയത്. ചെലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്, രണ്ട് ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷന്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ രീതിയായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മൂന്നാം ഗഡു കഴിഞ്ഞ സർക്കാരിന് നൽകാൻ സാധിക്കാത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാലാണ്. പക്ഷേ ആ തുക നിലവിൽ അനുവദിക്കുന്നതിന് എന്താണ് തടസ്സമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അപ്പോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ മരവിപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. സർ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം കുറയുന്നു എന്ന് വരുമ്പോൾ, അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിൻ്റെ ഭാഗമായി അവിടെ മുൻഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാര്, വയോജനങ്ങള്, പാലിയേറ്റീവ് രോഗികള്, കിടപ്പ് രോഗികള്, അതിദരിദ്രര്, അഗതികള്, വനിതകള്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നൽകാൻ കഴിയാതെ വരുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എപ്പോൾ വെട്ടിക്കുറച്ച തുക നൽകും എന്നതോ മൂന്നാം ഗഡു അനുവദിക്കും എന്നതിലോ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ല. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.